എഡിറ്റോറിയൽ 2020 ഡിസംബർ 18 വെള്ളി. പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയുടെ വിജയാഹ്ലാദത്തിലുണ്ടായ അപകടകരമായ പ്രകടനങ്ങൾ മതനിരപേക്ഷ കേരളം എന്ന മനോഹര സങ്കല്പത്തിന് ഉയർത്തുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പാലക്കാട്ട് വിരിയുന്ന ഗുജറാത്ത് മോഡൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷങ്ങളും വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് അപമാനകരമായ സംഭവം പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. 52 അംഗ നഗരസഭയിൽ 24 അംഗങ്ങളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു ഇതുവരെ ബി.ജെ.പി. ഇപ്പോൾ 4 സീറ്റുകൾ കൂടി അധികം നേടി കേവല ഭൂരിപക്ഷം ലഭിച്ചതോടെ RSS ബി.ജെ.പി. പ്രവർത്തകർ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പാലക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുകളിൽ ശിവജിയുടെ ചിത്രത്തിൽ ജയ് ശ്രീറാം എന്നെഴുതിയ വലിയ ബാനർ തൂക്കിയിരിക്കുന്നു. മറുവശത്ത് തൂക്കിയ ബാനർ മോദി അമിത്ഷാമാരുടെയും അവ തൂക്കുക മാത്രമല്ല വീഡിയോയിലെടുത്ത് നിയമലംഘനത്തെ വിജയക്കുറിയായി പ്രചരിപ്പിക്കുകയുമാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങളുടെ അതിരുകവിച്ചിലായി ലഘൂകരിക്കാവുന്നതല്ല ഈ ചെയ്തി. വിജയാഘോഷത്തിൻ്റെ പേരിൽ ഭരണകൂട സ്ഥാപനത്തിൽ കടന്നുകയറി ഉത്തരേന്ത്യൻ മാതൃകയിൽ ജയ് ശ്രീറാം ബാനർ ഉയർത്തുന്നത് കേരളത്തിൽ RSS നടപ്പാക്കാൻ പോകുന്ന അജണ്ടയുടെ കൃത്യമായ അടയാളമാണ്. പാലക്കാട് കേരളത്തിൻ്റെ ഗുജറാത്താണെന്ന ബി.ജെ.പി. സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരുടെ വിജയാനന്തര പ്രതികരണം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അവിടെ നടന്നത് ആഘോഷത്തിമർപ്പിലെ ആകസ്മികതയല്ലെന്നും വരാനിരിക്കുന്ന കേരളത്തെക്കുറിച്ച് മുന്നറിയിപ്പാണെന്നും മനസ്സിലാകുക. ഒരു നഗരസഭ കിട്ടിയതിൻ്റെ മേളമാണ് ഈ കാണുന്നതെങ്കിൽ കൂടുതൽ അധികാരങ്ങളിൽ സംഘപരിവാർ പ്രവൃത്തികൾ എത്തിപ്പെടുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ശോചനീയമാകുമോ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം? മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയും ജയ് ശ്രീറാം അവരുടെ ശാന്തി കീർത്തനവുമാണ്. ദൗർഭാഗ്യവശാൽ ശ്രീരാമൻ സമകാലിക ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ഹിംസാത്മക ബിംബമായും ഇത് ശ്രീരാം ആക്രമണത്തിൻ്റെ ആക്രോശമായും പരിവർത്തിപ്പിച്ചിരിക്കുകയാണ് സംഘപരിവാർ. മതചിഹ്നങ്ങളും ശ്രീരാമ കീർത്തനങ്ങളും അപരദ്വേഷത്തിൻ്റെ ആക്രോശ ശബ്ദമായി ഉത്തരേന്ത്യയിലേതുപോലെ കേരളത്തിലും ഉയർത്തപ്പെടുന്നത് എത്രമാത്രം ഹിതകരമാണെന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹവും സമചിത്തതയോടെ ആലോചിക്കേണ്ടതാണ്. പാലക്കാട്ട് ഉയർന്ന ജയ് ശ്രീറാം ബാനർ ഒരു ലളിത സംഭവമായി ചുരുക്കിക്കൊണ്ട് വരുന്നതിനർത്ഥം വോട്ടെടുപ്പിൽ പ്രകടമായാലും ഇല്ലെങ്കിലും വിദ്വേഷ രാഷ്ട്രീയം നമ്മുടെയും അകങ്ങളിൽ ആഴത്തിൽ വേരാഴ്ത്തി കഴിഞ്ഞു എന്നു തന്നെയാണ്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ലളിതമായും സ്വാഭാവികമായും വിലയിരുത്തുന്ന സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ധാരാളം ലക്ഷണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവ വേണ്ടവിധം വിശകലനം ചെയ്യപ്പെടുകയും പരിഹാര പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ മതനിരപേക്ഷ കേരളം എന്നത് പൊയ്വാക്കുകളായി മാറുകയാണ് ചെയ്യുക. ഒരു നഗരസഭയിൽ വിജയമുണ്ടാകുമ്പോഴേക്കും പാർട്ടി വക്താവ് ഗുജറാത്തിനെ ഓർമ്മിപ്പിക്കുകയും അനുയായികൾ ആൾക്കൂട്ട കൊലകളിലും വംശീയ അതിക്രമങ്ങളിലും മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത് നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല. പാലക്കാട് കേരളത്തിലെ ഗുജറാത്ത് എന്ന പ്രയോഗത്തിൽ അപകടകരമായ രാഷ്ട്രീയം ഉള്ളടങ്ങിയിരിക്കുന്നു. അതിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെയുള്ള ഭീഷണിയും മുന്നറിയിപ്പുമുണ്ട്. 29 വർഷങ്ങൾക്ക് മുമ്പ് 1991 ഡിസംബറിൽ ബി.ജെ.പിയുടെ ഏകതായാത്ര സൃഷ്ടിച്ച വർഗീയ വിദ്വേഷത്തിൽ പോലീസ് വെടിയേറ്റ് വീണ പാലക്കാട് പുതുപ്പള്ളിത്തെരുവിലെ സിറാജുന്നിസ ഓർമ്മിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലെ ഇത്തരം യാദർച്ഛികതകൾ അത്ര ലഘുവായി എടുക്കാനാവില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് മതനിരപേക്ഷതയുടെ വിജയം എന്നാണ്. മതനിരപേക്ഷതയുടെ ഭരണകൂട പ്രതിനിധാനമായ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ഈ നിയമലംഘനം രാഷ്ട്രീയവും നിയമപരവുമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്നതാണ്. ജനാധിപത്യത്തിന് അപമാനകരമായ ഈ നടപടിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പാലക്കാട് ജില്ലാ CPM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മതേതരത്വവും ഭരണഘടനാ സ്ഥാപനവും അവഹേളിക്കപ്പെട്ട സംഭവത്തിൽ ഇത് എഴുതുന്നത് വരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ട് അടിയന്തരമായ നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പാലക്കാട്ടും കേരളത്തിലും ആസൂത്രിതമായ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകരുത്. ഒരു ഗുജറാത്ത് കേരളത്തിൽ വിരിയാൻ അനുവദിക്കപ്പെടരുത്.